ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ എല്ലാവർക്കും സുഖമല്ലേ? ഞാൻ സുഖമായിട്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ലാസ്റ്റ് ഞാൻ വീഡിയോ ഇട്ടത് ചന്ദ്രനെ ദുബായിക്ക് കൊണ്ടുവന്ന വീഡിയോ ആണ്. അത് കഴിഞ്ഞ് കുറച്ച് തിരക്കായി പോയതുകൊണ്ട് വീഡിയോസ് ഒന്നും അങ്ങനെ ഇടാൻ പറ്റിയില്ല. അപ്പോൾ അവനെ ഇവിടെ കൊണ്ടുവന്നിട്ട് പുറത്തൊന്നും കൊണ്ടുപോകാതിരിക്കാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ അവനെ ഇന്ന് ബുർജ് ഖലീഫ കാണിക്കാൻ കൊണ്ടുപോകാം. അപ്പം ഇതിൽ നിങ്ങൾ എന്നെ 2 ഡ്രസ്സിലായിരിക്കും കാണാൻ പോകുന്നത്. കാരണം വേറെ ഒന്നുമല്ല, ഇതിനു മുമ്പ് ഒരു ദിവസം ഞാൻ ബുർജ് ഖലീഫ പോയ വീഡിയോസൂടെ ഞാൻ ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. കാരണം അന്ന് എൻ്റെ കൂട്ടുകാരിയും ഹസ്ബൻഡും കൂടെ ബുർജ് ഖലീഫ കാണാൻ വന്നപ്പോൾ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാനും പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഓക്കെ, അപ്പം ഞങ്ങൾ മെട്രോ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട്. റീചാർജ് ഒക്കെ ചെയ്ത ശേഷം ഞങ്ങൾ മെട്രോ വരുന്നിടത്ത് പോയിട്ടോ. അപ്പം മെട്രോയ്ക്കുള്ളിൽ ഞങ്ങൾ കയറിയിട്ടുണ്ട്. അതിനുള്ളിൽ നിന്ന് അധികം വീഡിയോസ് ഒന്നും എടുക്കാനായിട്ട് പറ്റില്ല, കാരണം നല്ല തിരക്കുണ്ടായിരുന്നു അതുകൊണ്ട്. അപ്പോൾ ഇതാട്ടോ എൻ്റെ ഫ്രണ്ട് വർഷ, അതാണ് അവളുടെ ഹസ്ബൻഡ് റിജു. അപ്പം മെട്രോ ഇറങ്ങിയിട്ട് ദുബായ് മോളിലോട്ട് നടന്നു പോകാട്ടോ. അതിൻ്റെ ഉള്ളിൽ കൂടെ തന്നെ നടന്നു പോകാനുള്ള ഫെസിലിറ്റീസൊക്കെ ഉണ്ട്. കുറേ നടക്കാനുണ്ട്. നടന്നു പോകുന്ന കൂട്ടത്തിൽ ഈ കാഴ്ചകളൊക്കെ കണ്ട് നടക്കാനും പറ്റും. നല്ല രസമാണ്. രണ്ട് ദിവസത്തെ വീഡിയോസ് ആയതുകൊണ്ട് തന്നെ ഈ കാണുന്ന ഡെക്കറേഷൻസൊക്കെ പകലിലെ വ്യൂവും നൈറ്റിലെ വ്യൂവും ആയിട്ട് കാണാൻ പറ്റി. നല്ല രസമുണ്ടായിരുന്നു. ഇതെല്ലാം ക്രിസ്മസിൻ്റെ ന്യൂ ഇയറിൻ്റെ സെലിബ്രേഷൻ്റെ ഭാഗമായിട്ടുള്ള ഡെക്കറേഷൻസ് ആണ് കേട്ടോ. അങ്ങനെ നടന്ന് ദുബായ് മോളിനുള്ളിലെത്തി. അത്രയും നടന്നെന്ന് പറഞ്ഞത് അത്രത്തോളം നടക്കാനുണ്ട്, അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ ദുബായ് മോളിനുള്ളിൽ തന്നെ ഒരുപാട് കാഴ്ചകൾ കാണാനുണ്ട്. അത് കണ്ടു തീർക്കാൻ ഒരു ദിവസം ഒന്നും പോരാ എന്ന് എനിക്കൊരു 3-4 തവണ വന്ന എക്സ്പീരിയൻസ് കൊണ്ട് മനസ്സിലായിട്ടുള്ള കാര്യമാണ്. ഈ ഡെക്കറേഷൻസ് എല്ലാം ക്രിസ്മസും ന്യൂ ഇയറും സെലിബ്രേഷൻ്റെ ഭാഗമായിട്ടുള്ളതാണെന്ന് ഓൾറെഡി ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ അല്ലേ. അപ്പോൾ ഇതൊക്കെ കാണാൻ തന്നെ എന്ത് ഭംഗിയായിരുന്നു എന്നറിയാമോ. ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു, കാരണം ഇത്രത്തോളം ഡെക്കറേഷൻസ് ഒന്നും ഇതിനു മുമ്പ് ഞാൻ വന്നപ്പോൾ ഒന്നും ഉണ്ടായിരുന്നില്ല, അതുകൊണ്ടായിരിക്കണം. അങ്ങനെ ഞങ്ങൾ നടന്ന് ഇപ്പോൾ പോകുന്നത് ദുബായ് മോളിനുള്ളിലെ അക്വേറിയത്തിലാട്ടോ. അക്വേറിയത്തിനുള്ളിലല്ല, അക്വേറിയത്തിന് പുറത്ത്. അപ്പം ഞങ്ങൾ അവിടെ എത്തിയിട്ടുണ്ട്. ഇതൊരു ഒന്നൊന്നര സംഭവം തന്നെയാണ്. ഒരുപാട് കാര്യങ്ങൾ ഇതിനുള്ളിലുണ്ട്. നമുക്ക് ടിക്കറ്റ് എടുത്ത് കയറാനും ഒക്കെ പറ്റും. നമുക്ക് വേണമെങ്കിൽ ആ മത്സ്യകന്യകനെ പോലെ കയറാനുള്ള ഓപ്ഷൻസ് എല്ലാം നമുക്ക് ടിക്കറ്റ് എടുത്താൽ പറ്റും. മീനുകളുടെ ഒരു വിപുലമായ ശേഖരം, അതാണ് ദുബായ് മോളിലെ അക്വേറിയം. കാണാൻ ഒരുപാട് ടൈപ്പ് മീനുകളുണ്ട്. ഇതിൻ്റെ ഒന്നും പേരൊന്നും എനിക്കറിയില്ല. അങ്ങനെ മോളിനുള്ളിലെ കാഴ്ചകളൊക്കെ കണ്ട് ഞങ്ങളിങ്ങനെ നടക്കുകയായിരുന്നു കേട്ടോ. അങ്ങനെ അവിടെയുള്ളൊരു ഷോപ്പിൽ കയറിയപ്പോൾ കണ്ട കാഴ്ചകളാണ് കേട്ടോ ഇതൊക്കെ. ക്രിസ്മസിൻ്റെ ഭാഗമായിട്ടുള്ളതാണെന്ന് ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ അല്ലേ. നല്ല ഭംഗിയായിരുന്നു ഇതൊക്കെ കാണാനായിട്ട്. ഞാൻ ഒരുപാട് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ദുബായ് മോളിനുള്ളിലെ ഫേമസ് ആയിട്ടുള്ളൊരു ഏരിയ കേട്ടോ ഇത്. അങ്ങ് ഒരുപാട് റീൽസിലൊക്കെ എല്ലാവരും കണ്ടിട്ടുള്ള സ്ഥലമായിരിക്കും. പക്ഷേ ഇവിടെ വന്ന് നിൽക്കുമ്പോൾ ചെറിയൊരു പ്രശ്നമുണ്ട്. എന്താണെന്നല്ലേ, നമുക്കൊരു വോമിറ്റിംഗ് ടെൻഡൻസി വരും. കാരണം എന്താണെന്നോ, അത് ക്ലോറിൻ്റെ സ്മെല്ല് തന്നെ. ഭയങ്കര സ്മെല്ലാണ് ഇവിടെ നിന്നാൽ. അതുകൊണ്ട് ഒരുപാട് നേരമൊന്നും അവിടെ സ്പെൻഡ് ചെയ്തില്ലായിരുന്നു കേട്ടോ.
ഇതെല്ലാം UAE നാഷണൽ ഡേയുടെ സെലിബ്രേഷൻ്റെ ഭാഗമായിട്ടുള്ളതാണ് കേട്ടോ. നമ്മുടെ UAE ഫ്ലാഗ് നല്ല രസമില്ലേ കാണാനായിട്ട്. അങ്ങനെ കാഴ്ചകളൊക്കെ കണ്ട് നടക്കുകയാണ് കേട്ടോ ഞങ്ങൾ. അങ്ങനെ ഞങ്ങൾ ലാസ്റ്റ് എത്തിപ്പെട്ടു. എവിടെയാണെന്നില്ല, ബുർജ് ഖലീഫയുടെ അടുത്ത്. അവനതെല്ലാം വളരെ എക്സൈറ്റഡ് ആയിട്ട് കണ്ടുകൊണ്ട് ഇരിക്കുകയാണ് കേട്ടോ. അവൻ ആദ്യമായിട്ടാണ് ബുർജ് ഖലീഫയുടെ അടുത്ത് വരുന്നത്. അതിൻ്റെ സന്തോഷമാണ് ആ കാണുന്നത്. രാത്രിയിലെയും പകലിലെയും വീഡിയോസ് എൻ്റെ കയ്യിലുണ്ട്. കാരണം ഞാൻ പറഞ്ഞില്ലായിരുന്നോ, 2 ദിവസത്തെ വീഡിയോസാണ് ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ടാണ് കേട്ടോ. അല്ലെങ്കിൽ തന്നെ നമ്മുടെ ബുർജ് ഖലീഫയുടെ അടുത്ത് നല്ല തിരക്കാണ്. ഇതിപ്പോൾ പബ്ലിക് ഹോളിഡേ ആയിരുന്നതുകൊണ്ട് പിന്നെ പറയേണ്ട കാര്യമൊന്നുമില്ലല്ലോ, നല്ല തിരക്കായിരുന്നു. അങ്ങനെ കാഴ്ചകളൊക്കെ കണ്ട് ഞങ്ങൾ ഇങ്ങനെ നടക്കുകയാണ് കേട്ടോ. റീൽസിലും ഫോട്ടോഷൂട്ടിലും ഒക്കെ ആയിട്ട് എല്ലാവർക്കും നല്ല പരിചയമുള്ളൊരു ഹൃദയമാണ് ആ പുറകിയിരിക്കുന്നത്. നല്ല ഭംഗിയില്ലേ ഇവിടെ ഈ ഡെക്കറേഷൻസ് ഒക്കെ കാണാനായിട്ട്? അതെ, നല്ല രസമുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ വെറുതെ ഇങ്ങനെ നടക്കുകയാണ് കേട്ടോ. 6:30 ആയ ശേഷമേ നമ്മുടെ വാട്ടർ ഡാൻസ് തുടങ്ങത്തുള്ളൂ. അതുവരെ നമുക്കിങ്ങനെ കാഴ്ചകളൊക്കെ കാണാം. ഞങ്ങൾ നടന്നു പോകുന്നത് അവിടെ കുറേ കാര്യങ്ങൾ കാണാനായിട്ടുണ്ട് കേട്ടോ. ഈ റീൽസിലൊക്കെ നിങ്ങൾ ഒരുപാട് കണ്ടിട്ടുള്ള പല കാര്യങ്ങളും കുറച്ച് നടന്ന് ലെഫ്റ്റ് സൈഡിലോട്ട് പോയ ശേഷമാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ ഞാനിതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഈ കാണുന്ന ഈ വൈറ്റ് ബ്രിഡ്ജ് പോലെ കണ്ടോ, അതിലൊക്കെ നമുക്ക് കയറാൻ പറ്റും കേട്ടോ. പെർ ഹെഡിന് 20 ദർഹംസ് എന്തോ കൊടുത്താൽ നമുക്കതിൽ കയറാൻ പറ്റും. പബ്ലിക് ഹോളിഡേ ദിവസങ്ങളും അല്ലാതെ തിരക്ക് വരാൻ ചാൻസ് ഉള്ള സ്പെഷ്യൽ ദിവസങ്ങളിലും ഒക്കെ സെക്യൂരിറ്റി ചെക്കിങ് ഭയങ്കര കൂടുതലായിരിക്കും കേട്ടോ. അതായത് സിംഗിളായിട്ടുള്ള ബോയ്സിനെ ഒന്നും അവർ കയറ്റി വിടില്ല. ഫാമിലി, ലേഡീസ്, കപ്പിൾസ് അങ്ങനെയുള്ളവരെ മാത്രമേ അവർ കയറ്റി വിടത്തുള്ളൂ കേട്ടോ. അത് കാണാൻ നല്ല ഭംഗിയില്ലേ? അതായത് ഒരു ബോട്ടിൻ്റെ ഷേപ്പൊക്കെ ഇല്ലേ അതിന്? ചിലപ്പോൾ അവരും അത് തന്നെ ഉദ്ദേശിച്ചിട്ടുണ്ടാവാം. ചൂട് ക്ലൈമറ്റ് ഒന്നും അല്ലാത്തത് കൊണ്ട് തന്നെ നല്ല രസമാണ് കേട്ടോ ഇതിൽ നടക്കാനായിട്ട്. നല്ല തണുപ്പും ചെറിയൊരു കാറ്റും. ആഹാ, നല്ല രസമുണ്ടായിരുന്നു. ഈ സ്റ്റെപ്പെല്ലാം കയറി മേളിൽ ചെല്ലുമ്പോൾ അവിടെ ഒരു ഗ്രൗണ്ട് പോലെയാണ്. നമുക്ക് അവിടെ ഇരുന്ന് വീഡിയോസ് എടുക്കാനും ഫോട്ടോസ് എടുക്കാനും റീൽസൊക്കെ എടുക്കാനും നല്ലൊരു സ്ഥലമാണ് കേട്ടോ. ഇതാണ് ഞാൻ പറഞ്ഞ ആ സ്ഥലം. നല്ല ഭംഗിയില്ലേ? അവിടെ നിന്ന് വീഡിയോസൊക്കെ എടുത്താൽ അവിടെ ഫുള്ളും കിട്ടും. നല്ല രസമാണ് കാണാനായിട്ട് കേട്ടോ. അവൾ കഴിക്കാനായിട്ട് ചെറിയ സ്നാക്സ് ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അതെല്ലാം കഴിച്ചുകൊണ്ടിരുന്നപ്പോഴത്തെ വാട്ടർ ഡാൻസ് തുടങ്ങി. നമുക്കിനി അത് കാണാം. അത് കണ്ട് 15 മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും അടുത്ത വാട്ടർ ഡാൻസ് തുടങ്ങി. ഇത് ആദ്യം മുതൽ അവസാനം വരെയുള്ളത് ഞാൻ ഷൂട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. അത് ഞാൻ കാണിച്ചു തരാം.
അങ്ങനെ വാട്ടർ ഡാൻസ് ഒക്കെ എല്ലാവരും കണ്ടില്ലേ? നല്ല രസമല്ലേ കാണാനായിട്ട്? അതെ, നല്ല ഭംഗിയുണ്ടായിരുന്നു. ദോ ആ കാണുന്ന കളറായിട്ടുള്ള ഡിസൈൻ കണ്ടോ? അതൊക്കെ നിങ്ങൾ റീൽസിൽ കണ്ടിട്ടില്ലേ? ഉണ്ടാവും, ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇത് നോക്കിയാണ് ഞാൻ നടന്നത് മൊത്തം. അങ്ങനെ അവസാനം ഞാൻ കണ്ടുപിടിക്കുക മാത്രമല്ല, അവിടെ നിന്ന് കുറേ ഫോട്ടോസൊക്കെ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതാട്ടോ ഞാൻ പറഞ്ഞ ആ ഫോട്ടോസ്. ഒരുപാടൊന്നും ഞാൻ ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല കേട്ടോ. ഞാൻ ദുബായിൽ വന്ന ശേഷം ബുർജ് ഖലീഫ കാണാൻ ഒരു 4-5 തവണയെങ്കിലും വന്നിട്ടുണ്ട്. പക്ഷേ ഓരോ തവണ കാണുമ്പോൾ പുള്ളിക്കാരുടെ ചന്തം കൂടിയാട്ടോ വരുന്നത്. നല്ല ഭംഗിയാണ് ഓരോ തവണ കാണുമ്പോഴും. എങ്ങനെയാണോ ഇത്രയും ഭംഗിയായിട്ട് ഇവരിന്ന് നിലനിർത്തുന്നത്? അതുപോലെ മെയിൻറ്റെയിൻ ചെയ്യാൻ ആളുകളും ഉണ്ടാവുമല്ലോ. ഞാൻ കണ്ടിട്ടുണ്ട്, വീഡിയോസിൽ നിങ്ങൾ കണ്ടിട്ടില്ലേ ക്ലീൻ ചെയ്യുന്നതൊക്കെ? എന്തോരം വേറെ കഷ്ടപ്പാടാണല്ലേ ഇതൊക്കെ ഇങ്ങനെ ഒന്ന് നിലനിർത്തി കൊണ്ടുപോകാനായിട്ട്. ദുബായ് എന്ന നഗരത്തെ ഓർക്കുമ്പോൾ എല്ലാവരുടെ മനസ്സിൽ ആദ്യം വരുന്നത് ബുർജ് ഖലീഫ തന്നെയായിരിക്കും അല്ലേ? ദുബായ് ബേസ്ഡ് മൾട്ടിനാഷണൽ റിയൽ എസ്റ്റേറ്റ് കമ്പനിയായ ഇമാർ പ്രോപ്പർട്ടീസ് ആണ് കേട്ടോ നമ്മുടെ ബുർജ് ഖലീഫയൊക്കെ പണി കഴിപ്പിച്ചിട്ടുള്ളത്. അവർ തന്നെയാണ് ഇപ്പൊ ഇതിന്റെ ഓണേഴ്സും. $180 കോടി ആണ് ഇത് പണിയാനായിട്ട് ചെലവായിട്ടുണ്ടെന്നാണ് പറയുന്നത് കേട്ടോ. 900 റെസിഡൻഷ്യൽ യൂണിറ്റും 37 നിലയിൽ കോർപ്പറേറ്റ് സ്യൂട്ടും 160 റൂംസുള്ള അർമാനി ഹോട്ടലും ഇതിനുള്ളിൽ പ്രവർത്തിക്കുന്നുണ്ട് കേട്ടോ. ഒരുപാട് വെല്ലുവിളികൾ നേരിട്ട ഈ ഒരു കൺസ്ട്രക്ഷൻ തുടങ്ങിയത് 2004 കേട്ടോ. ഇതിന്റെ ഇനാഗ്രേഷൻ നടന്നത് 2010. അതിനിടയ്ക്ക് കണ്ടില്ലേ നല്ലൊരു പട്ടിക്കുട്ടിയല്ലേ? അതിനെ കാണാൻ നല്ല ഭംഗിയില്ലേ? എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഇവിടെ ഒരുപാട് ഇതുപോലൊരു ഡോഗ്സിനെ കാണാനായിട്ട് പറ്റും കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഇവിടെ എല്ലാം ചുമ്മാ ഇങ്ങനെ നടക്കുമായിരുന്നു കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞില്ലേ, ക്ലൈമറ്റ് നല്ലതാണെങ്കിൽ നമുക്ക് നല്ല ഹാപ്പിനെസ്സും കിട്ടും ഇതുപോലെയൊക്കെ ഈവനിങ് നടക്കാനായിട്ട്. ഇത് കണ്ടോ, നമ്മുടെ കയ്യിലെ വെള്ളം തീർന്നു പോവുകയാണെങ്കിൽ നമുക്ക് അവിടുന്ന് തന്നെ അത് റീഫില്ല് ചെയ്യാനുള്ളൊരു ഫെസിലിറ്റി ഉണ്ട് കേട്ടോ. കുട്ടികളെ കൊണ്ടൊക്കെ വരുന്നവർക്ക് ഇത് ഭയങ്കര ഹെൽപ്ഫുൾ ആയിരിക്കും അല്ലേ? ഇപ്പോഴത്തെ UAE ക്ലൈമറ്റ് എല്ലാവർക്കും അറിയാവുന്നതുപോലെ നല്ല തണുപ്പാണ്. അതുകൊണ്ട് തന്നെ ഇതുപോലെ ഒന്ന് പുറത്തു പോകാനും ഫ്രണ്ട്സിൻ്റെയും ഫാമിലിയുടെ കൂടെ ഒക്കെ പുറത്തു പോകാൻ നല്ല രസമാണ് കേട്ടോ. ഇവിടെ നിന്നപ്പോഴും നല്ല തണുപ്പായിരുന്നു. ഞാനാണ് ജാക്കറ്റും അങ്ങനെയുള്ള ഒന്നും കൊണ്ടുപോയിട്ടൊന്നുമില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ എനിക്ക് നല്ലതായിട്ട് കുളിരുന്നുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ആകാശത്ത് തൊട്ടില്ല എന്ന മട്ടിൽ നമ്മുടെ ബുർജ് ഖലീഫ അങ്ങനെ ജ്വലിച്ച് നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ലോകത്തെ അമ്പരപ്പിക്കുന്ന നമ്മുടെ ദുബായിയുടെ ഹൃദയഭാഗമായ ഡൗൺ ടൗണിൽ അമ്പരചുംബികളായ ബിൽഡിങ്ങുകളുടെയും ലോകാത്ഭുതങ്ങളിൽ ഒന്നായ നമ്മുടെ ബുർജ് ഖലീഫയുടെ അടുത്ത് നിൽക്കുമ്പോൾ ഒരു വൈബ്, അതൊരു പ്രത്യേക വൈബ് തന്നെയായിരുന്നു കേട്ടോ. അത് കണ്ടില്ലേ, നല്ല ഭംഗിയാണ് ഇത് രാത്രി കാണാനായിട്ട് കേട്ടോ. പകലൊന്നും ഇതുണ്ടോയെന്ന് അറിയില്ല, എങ്കിലും രാത്രിയിൽ നല്ല രസമാണ് കാണാൻ. കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ അത് വലിയൊരു സന്തോഷമാണ് ഇങ്ങനെയൊക്കെ കയറുന്നതേ. ഇതിന് ചെറിയൊരു പേയ്മെൻ്റ് ഒക്കെ അടച്ചാൽ കുട്ടികളൊക്കെ ഉള്ളവർക്ക് ഇത് യൂസ് ചെയ്യാം കേട്ടോ. പിള്ളേരുടെ ആ വണ്ടി കണ്ട ശേഷം ഞാനും ചെറുതായിരുന്നെങ്കിൽ എനിക്കും കയറാമായിരുന്നല്ലോ എന്ന വിഷമത്തിലാണ് ഞാൻ നടക്കുന്നത്. സത്യം പറഞ്ഞാൽ അതിൽ കയറണമെന്ന് എനിക്ക് നല്ല ആഗ്രഹമുണ്ടായിരുന്നു. എന്ത് ചെയ്യാനോ, 12 വയസ്സിൽ കൂടുതലുള്ള കുട്ടികളെ അതിൽ കയറ്റില്ല എന്ന് അവർ എഴുതി വെച്ചിട്ടുണ്ട്. പിന്നെ എന്ത് ചെയ്യാൻ പറ്റും? അങ്ങനെ നടന്നു വരുന്ന വഴിക്കാണ് ഈ ഒരു കാഴ്ച കണ്ടത്. നല്ല ഭംഗിയില്ലേ കാണാൻ? ഇത് ചന്ദ്രുവായിട്ട് വന്ന ദിവസമുള്ള വീഡിയോ ആണ് കേട്ടോ. അവനാണെങ്കിൽ ഇത് നല്ല ഇഷ്ടമായെന്ന് എന്നോട് പറഞ്ഞത്. അവനിത് ആദ്യമായിട്ടാണ് കാണുന്നത്. അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റ് അവൻ്റെ മുഖത്തുണ്ടായിരുന്നു. ഞാൻ അവനെ പുറകെ നിന്ന് വിളിച്ചുകൊണ്ടിരിക്കുക, പക്ഷെ അവനതെന്തോ മൈൻഡ് ചെയ്യുന്നു. അവനത് കണ്ടുകൊണ്ട് നിൽക്കുക. അങ്ങനെ നടന്ന് 10-15 മിനിറ്റ് കഴിഞ്ഞപ്പോൾ വീണ്ടും തുടങ്ങി വാട്ടർ ഡാൻസ്. അപ്പോൾ അതുകൂടെ ഒന്ന് എടുത്തേക്കാമെന്ന് വിചാരിച്ചു. ഇതിലൊരു പ്രത്യേകതയുണ്ട്, ഇതിൽ നമ്മുടെ ബുർജ് ഖലീഫ ഉണ്ടല്ലോ. പിള്ളേരൊക്കെ ഉണ്ടെങ്കിൽ ഈ സ്നാക്സൊക്കെ നമുക്കൊരു പ്രധാന ഘടകം തന്നെയായിരിക്കും അല്ലേ? ഞാനൊരു പോപ്കോൺ ലവർ ഒന്നുമല്ല കേട്ടോ. ഞാനതുകൊണ്ട് അധികം കഴിച്ചില്ല. അങ്ങനെ അവനിതൊക്കെ കണ്ട് കളിച്ച് ചിരിച്ച് അവിടെ നടക്കുമായിരുന്നു കേട്ടോ. പ്രത്യേകിച്ച് അവന് വെള്ളത്തിൽ കളിക്കുന്നതൊക്കെ വലിയ ഇഷ്ടമായതുകൊണ്ട് ഇതൊക്കെ വലിയ താല്പര്യമാണ്. ഇപ്പം തന്നെ സമയം ഒരു 10-10:30 ആയിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പം പോകാനുള്ള സമയമൊക്കെ ആയിട്ടുണ്ട്. അതിനിടയ്ക്ക് അവനൊരു പാർക്കിലൊക്കെ ചാടി കയറാൻ പോകുന്നുണ്ട്. കുറച്ച് നേരമേ സമയം ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് ഒരു 10-15 മിനിറ്റ് കളിക്കാൻ ഞാൻ സമയം കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിള്ളേരെ കൊണ്ടൊക്കെ വരുന്നവർക്ക് ഈ പാർക്കൊക്കെ ഉണ്ടെങ്കിൽ നല്ലൊരു സൗകര്യമാണല്ലേ? പിള്ളേരൊക്കെ കുറച്ച് നേരം ബോറടി ഇല്ലാതെ കളിക്കുകയും ചെയ്യും, വഴക്കിടാതൊക്കെ ഇരിക്കുകയും ചെയ്യും അല്ലേ? ചന്ദ്രുവിന് ഈ പാർക്ക് കണ്ടാൽ പിന്നെ അവിടുന്ന് പോരണമെന്നേ ഇല്ലായിരുന്നു. സമയം ഒരുപാട് വൈകിയതുകൊണ്ട് നിർബന്ധിച്ചാണ് കൊണ്ടുവന്നത്. അവൻ കളിക്കണമെന്നും പറഞ്ഞു പോയി. അപ്പോഴേക്കും നമുക്ക് കുറച്ച് വർത്താനം പറയാം അല്ലേ?
നമ്മുടെ ഈ ബുർജ് ഖലീഫയ്ക്കുള്ളിൽ വെറുതെ ഒന്നും നമുക്ക് അങ്ങനെ ചെന്ന് കയറാനായിട്ട് പറ്റില്ല. ഒന്നെങ്കിൽ ടിക്കറ്റ് എടുക്കണം, അല്ലെങ്കിൽ റെസിഡൻസ് ആയിട്ട് താമസിക്കുന്ന, അതായത് ബുർജ് ഖലീഫയ്ക്കുള്ളിൽ ഫ്ലാറ്റ് ഉള്ള ആരെങ്കിലും നമ്മളെ കൊണ്ടുപോകണം. അങ്ങനെയാണെങ്കിൽ സെക്യൂരിറ്റി ചെക്കിംഗ് ഒക്കെ ചെയ്ത ശേഷം നമുക്ക് അതിൻ്റെ ഉള്ളിൽ കയറാൻ പറ്റും കേട്ടോ. അങ്ങനെ ലാസ്റ്റ് ഞങ്ങൾ തിരിച്ചു പോവാട്ടോ. സമയം ഒരു 10-11 മണിയൊക്കെ ആയിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾക്ക് ടാക്സിയൊക്കെ കിട്ടി. ടാക്സിക്ക് വലിയ ബുദ്ധിമുട്ടൊന്നും ഇവിടെ ഉണ്ടാവില്ല. കാരണം നമ്മൾ ചെന്ന് അവിടെ ഇറങ്ങുമ്പോഴത്തേക്ക് അവിടെ ടാക്സികൾ ഒരുപാട് വന്നിങ്ങനെ നിൽക്കും. അപ്പോൾ പിന്നെ നമ്മൾ വിളിക്കുക, കയറുക, പോവുക, അത്രയേ ഉള്ളൂ. അപ്പോൾ റോഡിൽ ഫുൾ ഇതുപോലെയുള്ള ഡെക്കറേഷൻസാണ്. കണ്ട് മടുക്കും. അതുപോലെ ഡെക്കറേഷൻസാണ്. നല്ല രസമാണ് കാണാനും കേട്ടോ. ലോകത്തിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ മാളാണ് കേട്ടോ നമ്മുടെ ദുബായ് മാള്. 1200 സംതിങ് എന്തോ ഷോപ്പുകൾ ആ മാളിനുള്ളിൽ തന്നെ ഉണ്ട്. ഒരു ദിവസം കൊണ്ടൊന്നും നമുക്ക് ദുബായ് മാളിനുള്ളിൽ ഫുള്ള് കണ്ടു തീർക്കാനായിട്ട് പറ്റില്ല കേട്ടോ. അത്രത്തോളം ഉണ്ട് അതിനുള്ളിലുള്ള അത്ഭുതങ്ങൾ. മെട്രോ ഇറങ്ങി ദുബായ് മാളിലോട്ട് നടക്കുന്നതിൻ്റെ ഇടയ്ക്ക് വീഡിയോയുടെ തുടക്കത്തിൽ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നില്ലേ ആ ഒരു ഡെക്കറേഷൻ, ആ ബോൾ പോലുള്ളത്, അതെ അതിലാണ് കേട്ടോ നമ്മൾ മെട്രോ ഇറങ്ങി ദുബായ് മാളിനുള്ളിലോട്ട് നടക്കുന്നത്. നല്ല ഭംഗിയില്ലേ അത് കാണാൻ? എനിക്കത് ഭയങ്കര ഇഷ്ടമായി. ആര് ചെയ്തതാണേലും ഈ ഒരു ക്രിയേറ്റിവിറ്റിയൊക്കെ നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യണം അല്ലേ. അങ്ങനെ ഞങ്ങൾ നേരെ ഇനി പോകുന്നത് ഞങ്ങളുടെ അക്കോമഡേഷനിലോട്ടാണ് കേട്ടോ. അപ്പോൾ ഈ വീഡിയോ ഇത്രേ ഉണ്ടായിരുന്നുള്ളൂ. ചെറിയൊരു വീഡിയോ ആണോ വലിയൊരു വീഡിയോ ആണോ സത്യം പറഞ്ഞാൽ എനിക്കറിയില്ല. കാരണം എല്ലാവർക്കും ഇതിൽ ഉൾപ്പെടുത്താൻ പറ്റുമെന്നും എനിക്കറിയില്ല. അത് ഉൾപ്പെടുത്തിയത് കൂടിപ്പോയെന്നും എനിക്കറിയില്ല. കാരണം 2 ദിവസത്തെ വീഡിയോ ഇൻക്ലൂഡ് ചെയ്തതാണ് കേട്ടോ. എന്തെങ്കിലും കുറവുകൾ നിങ്ങൾക്ക് ഫീൽ ചെയ്തിട്ടുണ്ടെങ്കിൽ ക്ഷമിച്ചേക്കണേ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഇഷ്ടപ്പെട്ട സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ബൈ ബൈ.